ഒരു സ്വപ്നം കണ്ട് ഒരു പുസ്തകം എഴുതുക, അത് വിവിധ ഭാഷകളിലേക്ക് പ്രസിദ്ധീകരിക്കപ്പെടുന്നു, അതിൻ്റെ 9 എഡിഷൻ പുറത്തിറങ്ങുക, ഇതൊക്കെ ഒരു അത്ഭുതമാണ്. ആ അത്ഭുത സ്വപ്നം ഞാൻ നിങ്ങളുമായി പങ്കിടാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 2002 എനിക്ക് ആ സ്വപ്നം ഉണ്ടായത്. 2002 ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ ഒരാൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ആദ്യമേ കണ്ടത്. എൻ്റെ അടുക്കൽ വന്ന ആൾ എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. ഞാൻ അയാളുടെ പിന്നാലെ നടക്കുന്നതായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ നടന്ന് പച്ചപ്പുൽ നിറഞ്ഞ വലിയൊരു ഗ്രൗണ്ടിൽ ഞങ്ങളെത്തി. ആ ഗ്രൗണ്ടിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരാൾ പൊക്കത്തിൽ ഒരു കല്ല് വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. എന്നെ കൊണ്ടുവന്ന ആൾ ആ കല്ലിൻ്റെ സമീപം ചെന്ന് എന്തോ അതിലെഴുതുവാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ചൂണ്ടുവിരൽ തൊട്ടപ്പോൾ പാറ കുഴിഞ്ഞു വരുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹം എഴുതിയത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്, റിനൈസൻസ് എന്നാണ് അദ്ദേഹം ആ പാറയിൽ എഴുതി വെച്ചത്, റിനൈസൻസ്. എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ അതിൻ്റെ പുറത്തും കൂടെ എഴുതാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹം എഴുതിയതിൻ്റെ പുറത്തും കൂടെ എൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് എഴുതാനായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. അവസാനത്തെ ഈ എഴുതി കഴിഞ്ഞപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെ അയാളുടെ പിന്നാലെ വീണ്ടും നടന്ന് വലിയൊരു കൊട്ടാര സദൃശമായി വീട്ടിലേക്കെത്തി. ഏറെ മുറികളുണ്ട്, എല്ലാ മുറികളും അടച്ചിട്ടേക്കുകയാണ്. അതിലെ ഒരു മുറിയുടെ വാതിക്കൽ എന്നെ നിർത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ ശേഷമായിട്ട് ആ മനുഷ്യന് അകത്തൂര് കയറി പോകുന്നതായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം മനുഷ്യ ശരീരം പോലെ ആയിരുന്നെങ്കിലും വാതിലോ കഥകളോ ഒന്നും തടസ്സമായിരുന്നില്ല. അയാളുടെ പിന്നാലെ നടന്ന എനിക്കും ഒന്നും തടസ്സമായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആ കൊട്ടാര സദൃശമായ വീടിൻ്റെ മുമ്പിൽ വരെ എത്തിയത്. ഒരല്പസമയം കഴിഞ്ഞിട്ടും എന്നെ കൊണ്ടുവന്ന ആളെ കാണുന്നില്ല. എന്തിനാ എന്നെ കൊണ്ടുവന്നറിയാൻ ഞാൻ വിചാരപ്പെടുന്ന പോലെ ഒരനുഭവം ഉണ്ടായി. ഞാൻ നോക്കിയപ്പോൾ ലേശം വാതിൽ കിടക്കുന്നതായിട്ട് കണ്ടു. ആ വാതിൽ അല്പം കൂടെ തുറന്ന് എന്നെ കൊണ്ടുവന്ന ആളെന്തിയെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ ആ മുറിയിൽ കണ്ട കാഴ്ച എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. ഏറെ ചെറുപ്പക്കാരും പ്രായമുള്ളവരുന്ന് എഴുതുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ടുവന്ന ആൾ എന്നെ കൂടി ഇരുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്. ഓരോരുത്തർക്കും ഓരോ മേശയും ഓരോ കസേരയും കൊടുത്തിട്ടുണ്ട്. അവർ പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല, എഴുതുകയോ പ്രാർത്ഥിക്കുകയോ വചനം ധ്യാനിക്കുകയോ ചെയ്യുകയാണ്. ഒടുവിൽ ആ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ മുറിക്കകത്ത് സ്ഥലമില്ല, മറ്റൊരു മുറി നിന്നെ കൊണ്ടുവന്നിട്ട് അതേ കെട്ടിടത്തിനാണ് മറ്റൊരു മുറി എന്നെ കൊണ്ടുപോയിട്ട് മേശയും കസേരയും പേനയും പേപ്പറും മഷിയും എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, നീ ഇരുന്ന് എഴുതുക എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ആ ചെയറിലോട്ടിരുന്നു. മേശമേ കിടന്ന പേന എടുത്തുകൊണ്ട് അവിടെ കിടന്ന പേപ്പറിലോട്ട് 6 എന്ന് എഴുതുകയും പെട്ടെന്ന് എൻ്റെ സ്വപ്നത്തിലും ചാടി എഴുന്നേറ്റു. കർത്താവ്, ഒരു പുതിയ സ്വപ്നം കണ്ടല്ലോ. ഒരാൾ വന്നൊരു ഇംഗ്ലീഷ് വേർഡ് ഇതിൽ റിനൈസൻസ്. ഞാനിത് കോളേജിൽ പഠിച്ച വേർഡാണ്. നവോത്ഥാനം ഉണ്ടാകുക, മുന്നേറ്റം ഉണ്ടാകുക, അങ്ങനെയേറെ അർത്ഥമുള്ളൊരു വേർഡാണ്. എന്താ ഇങ്ങനൊരു സ്വപ്നം കണ്ടത്? ഇങ്ങനെ വിചാരപ്പെട്ട് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കൈകാലുകൾ മരവിക്കുന്ന പോലെ എനിക്കൊരു അസ്വസ്ഥയുണ്ടായി. ആ മരവിപ്പ് എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു. എനിക്ക് കിടക്കുന്ന എഴുന്നേൽക്കാനോ സംസാരിക്കുവാനോ കഴിയുമായിരുന്നില്ല. അങ്ങനെ കിടക്കുന്ന സമയത്ത് മനസ്സിൽ ആരോ പറയുന്നത് പോലെ മിസ്രൈമിൽ നിന്നും ജനം പുറപ്പെട്ടു പോരും മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഒരു വലിയ വിജയം ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം കൊടുത്തതുപോലെ ദൈവസഭയുടെ പുറപ്പാടിന് മുമ്പായി സഭ ലോകത്തിൽ വ്യാപരിക്കുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ജയമെടുക്കുന്നൊരു കാലഘട്ടം വരും. അനുസരിക്കുന്ന വ്യക്തികളെ ഈ സഭകളെ ഉപയോഗിക്കും എന്നിങ്ങനെ ആരോ മനസ്സിൽ പറയുന്നതുപോലെ ഞാൻ കേൾക്കുകയാണ്. പിന്നീട് തുടർന്ന് ഏതോ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുന്നത് എഴുതാനുള്ളൊരു താല്പര്യമായിട്ടാണ്. ആ എഴുത്ത് ഒരു 5 വർഷം നീണ്ടു. അങ്ങനെ 2008 റെയ്നാഡ് ബോങ്കെ എന്നു പേരുള്ള ആഫ്രിക്കൻ മിഷണറി നമ്മുടെ കേരളത്തിലെത്തിയപ്പോൾ അതിൻ്റെ 1ാമത്തെ പതിപ്പ് പുറത്തിറക്കാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ 9ാമത്തെ പതിപ്പ് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ തന്നെ വിവിധ ഭാഷകളിലേക്ക് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. റിനൈസൻസ് എന്നുള്ള വീടിൻ്റെ അർത്ഥം നവോത്ഥാനം ഉണ്ടാകുക, മുന്നേറ്റം ഉണ്ടാകുക എന്നിങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ ഒരു ആത്മീയ മുന്നേറ്റം സംഭവിക്കാൻ പോവുകയാണ്. മിസ്രൈമിൽ നിന്നും ജനം പുറപ്പെട്ടു പോരും മുമ്പ് അവിടെ വ്യാപരിച്ചിരുന്ന പൈശാചികമായ സകല വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഒരു വലിയ വിജയം ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം കൊടുത്തതുപോലെ ദൈവസഭയുടെ പുറപ്പാടിന് മുമ്പായും ഒരാത്മീയ മുന്നേറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ കർത്താവ് വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് എന്ന വെളിപ്പാടുകൾ, അനുഭവങ്ങൾ, വചനങ്ങളെല്ലാം പുസ്തകരൂപത്തിലാക്കി 2008 അതിൻ്റെ പ്രഥമ കോപ്പി പുറത്തിറക്കാൻ ദൈവം സഹായിച്ചു. അതിപ്പോൾ 9ാമത്തെ എഡിഷനിലേക്കും പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് ആ പുസ്തകവും പുറത്തിറങ്ങാൻ ദൈവം വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു വലിയ ആത്മീയ മുന്നേറ്റം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കട്ടെ. അതിനുശേഷമായിട്ട് മറ്റൊരു പുസ്തകത്തിൻ്റെ ഗ്രന്ഥരചനയിലായിരുന്നു ഞാൻ. ഒരു പുസ്തക രൂപത്തിലാക്കാൻ ഏറെ താമസമെടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങളുമായി
ശബ്ദ സന്ദേശമായും ഈ യൂട്യൂബ് ചാനൽ വഴിയാണ് ഞാൻ പ്രസിദ്ധീകരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാത്മീയ മുന്നേറ്റത്തിന് വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.